തീരത്തിലെ കാവൽക്കാരൻ. അധ്യായം 1. ഒറ്റയ്ക്കുള്ള വീട്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത്, കന്യാകുമാരിക്ക് അടുത്ത്, ഒരു തീരഗ്രാമത്തിൽ വീട് വാങ്ങി നന്ദിനി. 33-കാരി, എഴുത്തുകാരി. ഭർത്താവുമായി വേർപിരിഞ്ഞ് 2 വർഷം. ഒറ്റയ്ക്ക് ജീവിതം. വീട് പഴയത്, കടലിനോട് ചേർന്ന്. മുൻവാസി ഒരു മത്സ്യബന്ധനക്കാരൻ. മരിച്ചു. വീട് കാലങ്ങളായി പൂട്ടിക്കിടന്നു. നന്ദിനി വീട് ശുദ്ധമാക്കി. തോടുകളും പുഴകളും നിറഞ്ഞ പ്രദേശം. കടൽക്കാറ്റ്, മണൽത്തീരം, തെങ്ങുകൾ. ഒരു ദിവസം അവൾ തീരത്ത് നടക്കുമ്പോൾ ഒരു പുരുഷനെ കണ്ടു. കടൽക്കരയിൽ നിന്ന് വല വലിക്കുന്നു. കറുത്ത നിറം, നല്ല ആകൃതി, നീണ്ടുമുടി. ഹലോ, നന്ദിനി പുഞ്ചിരിച്ചു. അവൻ തലയുയർത്തി. ഹലോ, നീയാണ് പുതിയ വാസി? അതെ. ഞാൻ നന്ദിനി. ഞാൻ കരുണൻ. ഇവിടത്തെ കാവൽക്കാരൻ. മത്സ്യബന്ധനം. സുന്ദരമായ സ്ഥലം. അതെ. പക്ഷേ രാത്രി ഇവിടെ നടക്കരുത്. കടൽ അപകടം. നന്ദിനി അവനെ നോക്കി. കടൽവെള്ളത്തിൽ നനഞ്ഞ അവന്റെ ശരീരം വ്യക്തമായി. നന്ദി. ഞാൻ പോകാം. അവൾ പോയി. കരുണൻ അവളുടെ നടത്തം നോക്കി നിന്നു. അധ്യായം 2. അടുപ്പം വർദ്ധിക്കുന്നു. അവർ സംസാരിച്ചു. കടൽ, മഴ, ജീവിതം. കരുണൻ ഭാര്യ ഇല്ല, ഒറ്റയ്ക്ക് തീരത്ത് ഒരു ചെറിയ വീട്ടിൽ. എന്തിനാണ് ഒറ്റയ്ക്ക്? നന്ദിനി ചോദിച്ചു. സ്നേഹിച്ച പെൺകുട്ടി പോയി. വേറൊരാളെ വിവാഹം കഴിച്ചു. ക്ഷമിക്കണം. പഴയ കാര്യം. ഒരു ദിവസം നന്ദിനി വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ കരുണൻ വന്നു. മഴ കനത്തുവരുന്നു. വീട് ശരിയാണോ? അതെ. പക്ഷേ ഒറ്റയ്ക്ക് ഭയമാണ്. കരുണൻ നിശബ്ദനായി. പിന്നെ ഞാൻ താഴെ കാത്തിരിക്കാം. അന്ന് രാത്രി അവൻ താഴെ കാത്തിരുന്നു. നന്ദിനി ജനലിൽ നിന്നു നോക്കി. അധ്യായം 3. ആദ്യ രാത്രി. മഴ രാത്രി മുഴുവൻ പെയ്തു. വൈദ്യുതി പോയി. നന്ദിനി ഭയപ്പെട്ടു. അവൾ താഴേക്ക് ഇറങ്ങി. കരുണൻ മഴയിൽ നിന്നു നനഞ്ഞു. മുകളിൽ വാ. അല്ലെങ്കിൽ പനിക്കും. കരുണൻ നിശബ്ദനായി. പിന്നെ ശരി. അവർ മുകളിൽ വന്നു. മെഴുകുതിരി തെളിച്ചു. നന്ദിനി അവൻ തുണി കൊടുത്തു. മാറിക്കോ. കരുണൻ മാറി. ഷർട്ട് ഇല്ല, നല്ല ആകൃതി, കറുത്ത ചർമ്മം, നീണ്ടു കൈകൾ. നന്ദിനി അവനെ നോക്കി. കാലങ്ങളായി പുരുഷനെ കണ്ടിട്ട്. നീ സുന്ദരിയാണ്, കരുണൻ മെല്ലെ പറഞ്ഞു. നന്ദിനി നിശബ്ദ. മനോഹരം. നീ ദേവതയാണ്. അവൻ അവളെ കട്ടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നൈറ്റി അഴിച്ചു. ബ്രായും പാൻറ്റീസും. എന്ത് സുന്ദരം. അവൻ അവളുടെ ബ്രാ അഴിച്ചു. വലിയ മുലകൾ, കൊഴുപ്പോടെ. കരുണൻ അവയിൽ മുഖം വെച്ചു. നാവുകൊണ്ട് ചുറ്റി. നന്ദിനി മൂളി. അമ്മേ. കരുണാ. അവൾ കൈകൾ അവന്റെ തലയിൽ വെച്ച് അമർത്തി. അവൻ മറ്റേ മുലയിലേക്ക് മാറി. പിന്നെ അവൻ താഴേക്ക് പോയി. പാൻറ്റീസ് മാറ്റി. അവളുടെ സുഖകേന്ദ്രത്തിൽ നാവുകൊണ്ട് തടവി. നന്ദിനി ശരീരം വളച്ചു. അയ്യോ. അയ്യോ. അവൻ വേഗത്തിൽ ചെയ്തു. നന്ദിനി ഉയരത്തിൽ എത്തി. കരുണാ. വായ്. ഇനി നിന്നെ വേണം. കരുണൻ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ മാറ്റി. നന്ദിനി അവനെ നോക്കി നിന്നു. കറുത്ത ശരീരം, നല്ല വലുപ്പം. ഭയപ്പെടേണ്ട. അവൻ അവളുടെ മുകളിൽ കിടന്നു. ചുണ്ടുകൾ ചേർത്തുമുത്തി. എനിക്ക് നിന്നെ വളരെ നാളായി വേണമായിരുന്നു. എനിക്കും കരുണാ. വേഗത്തിൽ. അവൻ മെല്ലെ അവളിലേക്ക് പ്രവേശിച്ചു. നന്ദിനി വലിയ ശബ്ദത്തിൽ മൂളി. വേദനിക്കുന്നുണ്ടോ? ഇല്ല. സുഖമാണ്. അങ്ങനെ തന്നെ. അവർ ഒന്നുപോലെ ചലിച്ചു. കട്ടിൽ കുലുങ്ങി. മഴയുടെ ശബ്ദം പശ്ചാത്തലത്തിൽ. അമ്മേ. കരുണാ. അരമണിക്കൂർ നീണ്ടു ആ സുഖയാത്ര. ഒടുവിൽ ഇരുവരും ഒരേ സമയം ഉയരത്തിൽ എത്തി. കരുണൻ അവളിൽ തളർന്നടിഞ്ഞു. നന്ദിനി അവന്റെ മുടിയിൽ തലോടി. ഇതാണ് സ്വർഗം, അവൾ മെല്ലെ പറഞ്ഞു. അധ്യായം 4. രഹസ്യബന്ധം. അന്നു മുതൽ അവർ രഹസ്യബന്ധത്തിലായി.
രാത്രികളിൽ നന്ദിനിയുടെ വീട്ടിൽ. പകൽ കരുണൻ കടലിൽ, നന്ദിനി എഴുത്ത്. അവൾ കഥകൾ എഴുതി. കരുണനെക്കുറിച്ച്, അവരുടെ രാത്രികളെക്കുറിച്ച്. ഒരു ദിവസം നന്ദിനിയുടെ എഴുത്തുകാരൻ സുഹൃത്തു വന്നു. രാഹുൽ. 35കാരൻ, നല്ല ആകൃതി. നന്ദിനി, നീ മാറിയിരിക്കുന്നു, രാഹുൽ പറഞ്ഞു. എങ്ങനെ? സന്തോഷം കണ്ണിൽ തെളിയുന്നു. നന്ദിനി പുഞ്ചിരിച്ചു. ഒരു ബന്ധമുണ്ട്. രാഹുൽ ഞെട്ടി. ആരോട്? ഇവിടത്തെ കാവൽക്കാരൻ. രാഹുൽ നിശബ്ദനായി. പിന്നെ അവനെ കാണാൻ പറ്റുമോ? അധ്യായം 5. മൂവരുടെ ലോകം. അന്ന് രാത്രി മൂവരും ഒരുമിച്ച്. നന്ദിനിയുടെ വീട്ടിൽ. രാഹുൽ കരുണനെ കണ്ടു. നീ ഭാഗ്യവാൻ. കരുണൻ പുഞ്ചിരിച്ചു. എനിക്കും അങ്ങനെ തോന്നുന്നു. ഈ 2 പുരുഷന്മാരുടെ മധ്യത്തിൽ. രാഹുൽ അവളെ സുഖിപ്പിച്ചു. കരുണൻ കണ്ടുനിന്നു. പിന്നെ കരുണൻ അവളെ സുഖിപ്പിച്ചു. രാഹുൽ കണ്ടുനിന്നു. ഇരട്ടി സുഖം, നന്ദിനി മൂളി. അവർ രാത്രി മുഴുവൻ സുഖിച്ചു. പല രീതികളിൽ. അധ്യായം 6. തിരഞ്ഞെടുപ്പ്. പിറ്റേന്ന് നന്ദിനി തീരുമാനിച്ചു. 2 പേരും നല്ലവർ. എനിക്ക് 2 പേരെയും വേണം, അവൾ പറഞ്ഞു. എങ്ങനെ? രാഹുൽ ചോദിച്ചു. നമുക്ക് മൂവരും ഒരുമിച്ച് ജീവിക്കാം. കരുണൻ ചിന്തിച്ചു. ഞാൻ തീരത്ത് വീട് ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ജോലി വേണം, രാഹുൽ പറഞ്ഞു. നന്ദിനി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ. നിങ്ങൾ വരാം, പോകാം. അങ്ങനെ മൂവരും ധാരണയായി. കരണം രാത്രികളിൽ, രാഹുൽ വീക്കെൻഡുകളിൽ. അധ്യായം 7. സന്തോഷം. കാലങ്ങൾ കഴിഞ്ഞു. നന്ദിനിയുടെ കഥകൾ പ്രസിദ്ധമായി. 2 പുരുഷന്മാരുടെ സ്നേഹം. കരുണം മത്സ്യബന്ധനം തുടർന്നു. രാഹുൽ എഴുത്തുകാരനായി. രാത്രികളിൽ ചിലപ്പോൾ കരുണം മാത്രം, ചിലപ്പോൾ രാഹുൽ മാത്രം, ചിലപ്പോൾ മൂവരും. നന്ദിനി ഗർഭിണിയായി. ആരുടെ കുഞ്ഞാണെന്ന് അറിയില്ല. എന്റെ കുഞ്ഞ്, 2 പേരും പറഞ്ഞു. കുഞ്ഞ് ജനിച്ചു. ആൺകുട്ടി. നന്ദിനി അവനെ 2 പേരുടെയും പേരിൽ വിളിച്ചു. എപ്പിലോഗ്. കാലങ്ങൾ കഴിഞ്ഞു. നന്ദിനി പ്രശസ്ത എഴുത്തുകാരി. കരുണം, രാഹുൽ, നന്ദിനി മൂവരും സന്തോഷവാന്മാർ. കുഞ്ഞ് വളർന്നു. അവന് അച്ഛന്മാർ ഇരുവരുമാണ്. ഒരു മഴക്കാലത്തിൽ മൂവരും തീരത്ത് ഇരുന്നു. നമ്മുടെ കഥ എഴുതി, കരുണം പറഞ്ഞു. എഴുതിയത്, നന്ദിനി പറഞ്ഞു. ശീർഷകം, രാഹുൽ ചോദിച്ചു. തീരത്തിലെ കാവൽക്കാരൻ. അവർ ചേർന്നു നോക്കി. കടൽ തീരത്തിൽ സൂര്യാസ്തമനം. അവരുടെ സ്നേഹം, അവരുടെ സുഖം,